എല്ലാവർക്കും നമസ്കാരം. മനുഷ്യ സ്നേഹത്തിൻ്റെ, മനുഷ്യബന്ധങ്ങളുടെ ആഘോഷങ്ങളാണ് ഏറ്റവും വിലമതിക്കാനാവാത്തത്. വർഷങ്ങൾക്ക് മുമ്പ് ഒരുപിടി സ്വപ്നങ്ങളുമായി ഈ മരുഭൂമിയിൽ എത്തിച്ചേർന്ന ഒരു മഹത് വ്യക്തിത്വത്തിൻ്റെ കാരുണ്യത്തിൻ്റെ കയ്യൊപ്പ്, ആ സ്നേഹം ആസ്വദിക്കാനാണ് നമ്മളിവിടെ ഒത്തുചേർന്നിരിക്കുന്നത്. ടുഡേ വി ഹാവ് ഗാദേർഡ് ഹിയർ, നമ്മളിവിടെ ഒത്തുചേർന്നിരിക്കുന്നത് ടു സെലിബ്രേറ്റ് ദാറ്റ് ലവ്. മൂന്നര പതിറ്റാണ്ടിന് മുമ്പ് ഈ മരുഭൂമിയിൽ കാലെടുത്ത് വെച്ച ശ്രീ AK അബ്ദുറഹ്മാൻ, അത്തരം ഒരു അപൂർവ വ്യക്തിത്വങ്ങളിൽ ഒരാളാണ് അദ്ദേഹം. Today we have gathered here to celebrate love, to celebrate the success of a gentleman who is not just about business. He is about human values, about giving to the society. This wonderful gentleman came here in the 1990s. Having served this nation, one and all sitting here, we have tasted Al-Ijaza's love. Everybody in this hall would have tasted the love that he has served to us. All these years, 35 years of service. വിജയത്തെ അളക്കുന്നത് ലാഭം കൊണ്ടല്ല, ലാഭങ്ങളിലല്ല, മറിച്ച് മനുഷ്യബന്ധങ്ങളിലും വിശ്വാസത്തിലും ഉത്തരവാദിത്വങ്ങളിലുമാണെന്ന് തെളിയിച്ച വ്യക്തിത്വം. 35 വർഷം എന്ന് പറയുന്നത് ഒരു ചെറിയ കാലയളവല്ല. ആത്മാർത്ഥയോടെ ആരംഭിച്ച ആ ഒരു യാത്ര അച്ചടക്കവും കരുത്തും കാരുണ്യവും ചേർന്ന് കാലത്തെ അതിജീവിച്ച ഒരു ജീവിത കഥ. അൽ ഇജാസ കഫ്റ്റീരിയ, ഹിസ് ഹൈനസ് ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് അൽ മക്തൂം himself went to Al Ijaza cafeteria, tasted and appreciated his work. Bismillahir Rahmanir Rahim. الذين يتلون كتاب الله This man has served all of us throughout his life, and he is the greatest human being that we can ever find.
AK അബ്ദുറഹ്മാൻ എന്ന മഹത് വ്യക്തിത്വത്തെ നമ്മൾ ആഘോഷിക്കുമ്പോൾ ഹൃദയത്തിൽ നിന്ന് വരട്ടെ ആ താളം. ഒന്നിച്ച് ഒരു ബിസിനസ് തുടങ്ങേണ്ട പരിപാടിയായിട്ട് അവിടെ ആ ഷോപ്പ് കാണാൻ പോയതായിരുന്നു ഞാൻ. അപ്പോൾ അതിനോട് തൊട്ട് സൂപ്പി എൻ്റെ മരുമകൻ. അപ്പോൾ അവന് അടുത്തൊരു ഷോപ്പ് ഒഴിഞ്ഞ് കിടക്കുന്നു. അവൻ ഇവിടെ അതാണ് ഷോപ്പ് ഇവിടെ ഇല്ല, ഇവിടെ ഷോപ്പ് കാലിയായി കിടക്കുകയാണ്. അപ്പോൾ എനിക്ക് അതുവരെ എനിക്ക് അറിയാത്തൊരു മേഖലയാണ് കപ്തീരിയും, എനിക്കതിനെപ്പറ്റി ഒന്നും അറിയില്ല. ആ സമയത്ത് എന്തോ ഒരു ഉൾവിളി പോലെ, ഒരു നിയോഗം പോലെയാണ്, ഇവിടെ ഒരു കപ്റ്റീരിയ തുടങ്ങിയാൽ നന്നാകല്ലെന്ന് അവനൊരു കൂടി ആലോചിച്ചു. എൻ്റെ സഹോദരൻ അസൈനാർ, AK അസൈനാർ. ബിസിനസ് എന്ന് പറഞ്ഞാൽ നമുക്ക് മാത്രമല്ല, നമുക്കൊരു ഉപജീവന മാർഗ്ഗമാണ് ഒരു പടച്ച തമ്പുരാൻ തരുന്നത്. അത് ആർക്ക് ഏതൊക്കെ പ്ലാറ്റ്ഫോമിൽ ആർക്കൊക്കെ കൊടുക്കുന്നു, ജോലിയായിട്ട് കൊടുക്കുന്നു, ബിസിനസ്സായിട്ട് കൊടുക്കുന്നു, പലതരത്തിലുള്ള ബിസിനസ്സായിട്ട് ഓരോരുത്തർക്കും ഓരോ പ്ലാറ്റ്ഫോം കൊടുക്കുകയാണ്, ഓരോരോ പ്ലാറ്റ്ഫോം. അതിന് നമ്മൾ സമ്പാദിക്കുന്നത് അത് നമ്മളൊപ്പം നമ്മളെ കുടുംബത്തിന് മാത്രമല്ല, അത് എല്ലാം